ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലൊരു സഹോദരൻ, പുള്ളിക്കാരൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതുവരെയും പുള്ളി വെച്ച ആരാധിച്ചൊക്കെ കൊണ്ടിരുന്ന ഏതാനും ചില ബിംബങ്ങളൊക്കെ പുള്ളിയുടെ വീട്ടിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, ഞാനിത് എന്തു ചെയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, എന്താ കുഴപ്പം? അല്ല, അതെങ്ങാനും എന്നെ വല്ലതും കയറി ആക്രമിക്കുകയെല്ലാം ചെയ്യുമോ? ഞാൻ ഈ വിശ്വാസത്തിലേക്ക്, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് അതുവരെയും ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്ന ബിംബങ്ങളെ എന്നെ കയറി ഉപദ്രവിക്കുമോ? അതുവരെയും ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങൾ കോപിച്ച് എന്നെ ഉപദ്രവിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും ആർക്ക് നൽകപ്പെട്ടിരിക്കുന്നു? അതുകൊണ്ട് ഈ ഭയമെല്ലാം ദൂരെ കളയണം. ആകാശതാഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ആ ഭയചിന്തകളെല്ലാം നമ്മൾ ദൂരെ എറിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് കൈ ഉയർത്തി എല്ലാ ഭയവും വിട്ടുപോകട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഭയമെല്ലാം പോയെന്നുള്ളവരൊന്ന് കൈപൊക്കിക്കുക. ഇനിയിപ്പോൾ എനിക്ക് ഒരു ഭയമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ താഴുക. പണ്ട് ചേട്ടൻ പറഞ്ഞ്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയം പോയി, പിന്നെ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഭയം വീണ്ടും കയറി വരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരാൾ, ആ പുള്ളിക്കാരന് ഒരു ചിന്ത, താൻ നെല്ലാണ് എന്ന ചിന്ത. നെല്ലാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി കൊട്ടയ്ക്കകത്ത് കയറിയിരിക്കുക, പത്താഴത്തിനകത്ത് കയറിയിരിക്കുക. കാരണം ഞാൻ നെല്ലാണല്ലോ. പിന്നെ കോഴിയെ കാണുമ്പോൾ ഓടുക, കാരണം കോഴി ഞാൻ നെല്ലായതുകൊണ്ട് കൊത്തി തിന്നിയാലേ. അപ്പം ആളുകൾക്ക് മനസ്സിലായി ഇതൊരു മാനസിക രോഗമാണെന്ന്. അപ്പം ബന്ധുക്കളും എല്ലാവരും കൂടി ഇയാളെ ബലമായി പിടിച്ച് കാറിൽ കയറ്റി ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ആക്കി. അങ്ങനെ ഡോക്ടർ ചികിത്സയൊക്കെ ആരംഭിച്ചു. ചികിത്സ ആരംഭിച്ച് ഇടയ്ക്ക് ഡോക്ടർ ഇയാളെ വിളിച്ച് മുറി കയറ്റിയ ശേഷം ചോദിക്കും, എടോ താൻ നെല്ലാണോ മനുഷ്യനാണോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മനുഷ്യനാണ്. ഡോക്ടർക്ക് സന്തോഷമായി, കാരണം ചികിത്സ ഏൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഞാൻ മനുഷ്യനാണെന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി അതിൽ അസുഖമൊക്കെ അങ്ങോട്ട് പോയി, ഏതാണ്ട് ഭേദമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയും വീട്ടിലുള്ളവരെയും ഡോക്ടർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന രോഗിയുടെ രോഗമൊക്കെ ഭേദമായി, ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ രോഗിയെ വീട്ടിൽ കൊണ്ടുപോകാം. വീട്ടുകാർക്ക് അതിനേക്കാളും വലിയ സന്തോഷമായി. അങ്ങനെ അവർ കാറൊക്കെ ആയിട്ട് വന്ന് ഇയാളെ വിളിച്ച് കാറിൽ കയറ്റി ഡോക്ടറോട് പ്രത്യേകം നന്ദിയെല്ലാം പറഞ്ഞ് പോകാൻ നേരത്തെ ഡോക്ടർ ഒന്നുകൂടെ ചോദിച്ചോടോ, നീ നെല്ലാണോ മനുഷ്യനാണോ? എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞു? ഞാൻ മനുഷ്യനല്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു. വീട് വന്ന് കാറിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു. ഇയാൾ കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും എവിടുന്ന് ഒരു കോഴി വന്നു. ഇയാൾ ഒരൊറ്റ ഓട്ടം കൊടുത്തു. എല്ലാവരും കൂടെ ഇയാളെ ബലമായി പിടിച്ച് അതേ കാറിൽ തന്നെ തിരിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർക്കാണ് വല്ലാത്തൊരു ചമ്മലും വിഷമതയായി. ഡോക്ടർ ഒരല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും ഇയാളെ മുറി കയറ്റിയിട്ട് ചോദിച്ചു, എടോ നീ നെല്ലാണോ മനുഷ്യനാണോ? അയാൾ പറഞ്ഞു, ഞാൻ മനുഷ്യനാണ്.
അപ്പോൾ ഡോക്ടർ ചോദിച്ചു, പിന്നെ നീ എന്തിനാ കോഴിനെ കണ്ടപ്പോൾ ഓടിയത്? ഉടനെ അയാൾ പറയാ, ഡോക്ടറെ ഞാൻ മനുഷ്യനാണെന്ന വിവരം നമുക്ക് രണ്ടുപേർക്കും അല്ലേ അറിയാവുള്ളൂ, കോഴിക്ക് ഇത് അറിയാവോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത് നമുക്ക് രണ്ടുപേർക്കും അറിയാം, കോഴിക്ക് ഇത് അറിയാവോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചിലരുടെയൊക്കെ ഭയം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.